Hi guys, Assalamualaikum. Welcome back to my channel. Guys, കുറേ നാളായി ഒരു കലക്കൻ ചാലഞ്ച് വെച്ചിട്ട് അല്ലേ? ഒരുപാട് നാളായി നമ്മുടെ റമദാനൊക്കെ കഴിഞ്ഞു. റമദാന്റെ മുമ്പ് നമ്മൾ ബിരിയാണി ചലഞ്ച് വെച്ചാൽ ലാസ്റ്റ് ടൈം അതൊരു അടിപൊളി ചലഞ്ച് ആയിരുന്നു. അതെ അതായത് ഒരു മാസം റമദാന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള ചലഞ്ചായിരുന്നു ബിരിയാണി ചലഞ്ച്. അപ്പൊ ആ ബിരിയാണി ചലഞ്ചിന് ശേഷം വേറൊരു ചലഞ്ച് നമ്മൾ വെച്ചിട്ടില്ല. എല്ലാരും ചോദിച്ചോണ്ടിരിക്കുന്നതാണ് നിങ്ങൾ എന്താണ് പ്രാങ്ക് ചെയ്യാത്തത്, ചലഞ്ച് ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരുടെ പരാതി മാറ്റി ഈ കിടുകിടാ പെയ്തോണ്ടിരിക്കണ മഴയത്ത് ഒരു അടിപൊളി ഐസ്ക്രീം ചലഞ്ച് തന്നെ വെക്കാൻ വേണ്ടി ഐസ്ക്രീം വെച്ചോ, ബിരിയാണി വെച്ചോ, കട്ട്ലറ്റ് വെച്ചോ, എന്ത് ചാലഞ്ച് വെച്ചോ എന്നെ കരയിപ്പിക്കട്ടെ. പ്രാങ്ക് വരുമെന്നാണ് എനിക്ക് പേടി. അപ്പൊ ഗൈസ് ചാലഞ്ചിന് വേണ്ടി നല്ല നല്ല 4 ഫ്ലേവർ ചാലഞ്ചിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആ കിടുക്കാച്ചി ചലഞ്ചിലേക്ക് പോവാം അല്ലെ? എന്താണ് ചലഞ്ചിലേക്ക് പോകണ്ടേ? ഞാൻ ചലഞ്ചിലേക്ക് പോവാല്ലേ? അപ്പൊ യെസ് എന്ന് പറഞ്ഞു ഇവിടെ അല്ല, ഈ ഐസ്ക്രീം നല്ലോണം മാക്സിമം കഴിക്കണം, എന്നിട്ട് പിന്നെ ഡയറ്റിലേക്ക് മാക്സിമം കഴിക്കണം, ഇന്നത്തോടെ നല്ലോണം കഴിക്കണം. ഓക്കെ, നമുക്കിപ്പോ മാക്സിമം കഴിക്കാം. നമുക്ക് നേരെ ചാലഞ്ചിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഉസ്ത്രയുടെ നീം ആൻഡ് ചാർക്കോൾ ഫേസ് വാഷ്. ഗൈസ്, നമ്മുടെ ഫേസിലെ ആക്നെ വരാനുള്ള മെയിൻ റീസൺ നമ്മുടെ സ്ട്രെസ്സും ഹോർമോണൽ ഇംബാലൻസും പൊല്യൂഷനൊക്കെ കൊണ്ടിട്ടാണ്. അതിനൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഉസ്ത്രയുടെ നീം ആൻഡ് ചാർക്കോൾ ഫേസ് വാഷ്. ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലെ ആക്നീസ് ആൻഡ് ബ്രേക്ക്ഔട്ട്സ് എല്ലാം കൺട്രോൾ ആവുന്നതാണ്. അതുകൂടാതെ നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ ഫോർമുലേഷൻ എല്ലാം കുറയ്ക്കുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഡെയിലി ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ കുറയ്ക്കുന്നതാണ്. അതുകൂടാതെ നമ്മുടെ സ്കിന്നിന് ഡീപ്പായിട്ട് ക്ലെൻസ് ആകുന്നതാണ്. ബാക്കി ഫേസ് വാഷ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഉസ്ത്രയുടെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ബെറ്റർ ആണ്. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ചാർക്കോൾ നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. അതുകൂടാതെ നീം ആന്റി ബാക്ടീരിയലുമാണ്. ഗൈസ്, പിന്നെ ഇതിന്റെ റേറ്റിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഭാഗത്താണ് ഇത്ര വലിയ ട്യൂബ് നമുക്ക് ചെറിയ റേറ്റിനാണ് കിട്ടുന്നത്. ഗൈസ്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നല്ലേ ഞാൻ ഒന്ന് യൂസ് ചെയ്ത് കാണിക്കാം. ആദ്യം ഫേസ് നമുക്കൊന്ന് വെറ്റാക്കാം. എന്നിട്ട് അല്പം നമുക്ക് കയ്യിലേക്ക് എടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യാം. ഗൈസ്, ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതിൻ്റെ അകത്ത് അധികം ഫോമൊന്നും ഇതിൻ്റെ അകത്ത് വരില്ല. കാരണം സൾഫറിന്റെ കണ്ടന്റ് കൂടുതൽ വരുമ്പോഴത്തേക്കാണ് കൂടുതൽ ഫോമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടിട്ട് ഓവറായിട്ട് ഫോമിങ്ങും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഏത് പ്രായക്കാർക്കും ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് പ്രായപരിധി അങ്ങനെ ഒന്നുമില്ല. കൂടാതെ ജെൻഡറും ഇല്ല. നമുക്ക് മെയിലിനാണെങ്കിലും ഫീമെയിലിനാണെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടിട്ടാണ് ഇത് ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറയുന്നത്. ഗൈസ്, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ബൈ ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ustra.com കയറിയാൽ ബഷീർ20 എന്ന പ്രോമോ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അതുകൂടാതെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇത് അവൈലബിൾ ആണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഐസ്ക്രീം ചലഞ്ചിന് വേണ്ടിയുള്ള ഐസ്ക്രീം ഇവിടെ റെഡിയാണ്. 4 ഫ്ലേവർ ആണ്. മാംഗോ, മറ്റെന്താ ആക്ച്വലി ഞാനും ജിനുവാണ് പോയി വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് ഇതിന്റെ പേര് ഓർമ്മയില്ല. ആകെ എനിക്ക് അറിയാവുന്ന സ്ട്രോബെറി, മാംഗോ, പിന്നെ ടെൻഡർ കോക്കനട്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇവരുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. അപ്പൊ ഐസ്ക്രീം മെൽറ്റ് ആണതിന് മുമ്പ് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റണം. റൂൾസ് എന്താന്ന് വെച്ചാല് എല്ലാ ഫ്ലേവറും നമ്മൾ ഇടും. 6 ബൗളും ഫില്ലാക്കും. ഓരോ ബൗളും കാലിയാക്കിയിട്ട് വെച്ചിട്ടിട്ട് വേണം അടുത്തടുത്ത് എടുക്കാൻ. മാക്സിമം കൂടുതൽ ബൗൾ തിന്നു തീർക്കുന്നവര് വിന്നർ. മാക്സിമം കൂടുതൽ ബൗൾ തിന്നു തീർക്കുന്നവർ വിന്നർ. ഓക്കെ, നമുക്ക് ഇന്ന ഫ്ലേവർ തിന്നണമെന്നില്ല. എല്ലാവർക്കും മിക്സ് ആക്കിയിട്ടായിരിക്കും ഫസ്റ്റ് ഈ 6 ബൗൾ നടക്കാൻ പോണത്. എല്ലാ ഫ്ലേവറും മിക്സ് ആക്കിയിട്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ ഫ്ലേവർ ഇഷ്ടമുള്ള ഫ്ലേവർ മാക്സിമം തിന്നുക. ബൗളിന്റെ കണക്കാണ് ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുന്നത്. ടൈമിംഗ് ഒന്നുമില്ല, തിന്നും മതിയാകും വരെ തിന്നാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വിളമ്പാൻ തുടങ്ങാം. ഇത് കുറച്ചേരായി കാരണം അതായത് കംപ്ലീറ്റ് ഫ്ലേവർ വെച്ച് നടക്കുന്നു. കമോൺ, ഒരെണ്ണം എടുത്ത് വെക്ക് ഇങ്ങനെ തട്ടാൻ വേണ്ടി. എല്ലാം മിക്സ് ആയിരിക്കും, എല്ലാം മിക്സ് ആയിരിക്കും. ഇങ്ങനെ നടത്ത് അടിയിലത്ത്. കമോൺ, എന്താണ് പോനില്ലല്ലോ ഇത്.
സ്പാനിഷ് ഡിലൈറ്റ് ആങ്കർ അതെ എന്നെ പോലെ. ഓക്കെ എനഫ് ഇല്ലേ? ഇത് ഇതായി പോവാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. മെൽട്ടായി കഴിഞ്ഞാലും എന്താ പറയാ ഓഫ് ആകുന്നത്. നല്ല കലക്ക ഐസ്ക്രീം ഉണ്ട്. നിസാര സാധനമല്ലേ ഇത്, വേറെ ലെവല്. ആ ക്വാണ്ടിറ്റി അനുസരിച്ച് എല്ലാം ബാലൻസ് ചെയ്യണം. ലാസ്റ്റ് നമുക്ക് മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് മെൽറ്റ് ആവും. ഗൈസ് ഇന്ന് ഐസ്ക്രീം കഴിച്ചിട്ട് എല്ലാവരും ഒരു പരുവാവും, മത്തടിക്കും. എനിക്ക് ഐസ്ക്രീം കുറച്ച് ഹാർഡ് ആയിട്ട് വേണം. ഇങ്ങനെ വെള്ളം ഇഷ്ടം. മൈ ഗോഡ്, പ്ലീസ് ഇങ്ങനെയൊന്നും പറയരുതെന്ന്. പോനില്ല. ഓക്കെ അടുത്ത് നല്ല രസമുണ്ട് കാണാൻ. ഞാനതല്ല ഒരു ഫ്ലേവർ തന്നെ വാങ്ങാണ്ട് പല ഫ്ലേവർ വാങ്ങിച്ചത്. കാരണം നല്ല ഫ്ലേവറും വേണം. നല്ലൊരു എന്താണ് ഐസ്ക്രീം കാണുന്നതാണ്. അയ്യോ ഗൈസ് ഐസ്ക്രീമിന്റെ വരെ പവർ ഒന്ന് സ്കൂപ്പർ മേടിക്കണം. അതെ സ്കൂപ്പർ ഉണ്ടെങ്കിലേ പോരുള്ളൂ. സോനു ആ മാംഗോ വിടരുതെന്ന് പറഞ്ഞ് പിടിച്ചേക്കണം. അതാണ് പോരാത്തത്. ആ മാംഗോയിൽ തന്നെയാണ് സോനുവിന്റെ കണ്ണ്. അതേ മോഡല് പിന്നെ കട്ടിയുള്ള എന്തെങ്കിലും ഉണ്ടാ നോക്കി. കട്ടിയുള്ള സ്പൂൺ കൊലശ്ശേരി ഉണ്ടോ? കൊലശ്ശേരി ആ അതെടുക്കാൻ വേണ്ടിയായിരുന്നു. മൂന്നാല് ഫ്ലേവർ ഇങ്ങനെ അടിപൊളിയുണ്ട്. ഇത് പുതിയ തരം ഡെസേർട്ടാണ്. അത് ബഷീറിന്റെ പുതിയ തരം ഡെസേർട്ടാണ്. ഇത് തിന്നലല്ല മെയിൻ പരിപാടി. ഇത് അതെ അതെ തിരിച്ചു നോക്കാം, അല്ലെങ്കിൽ കൂടിയത് ഇത് കട്ടി കൂടിയല്ല തോന്നുന്നത്. കട്ടി പെട്ടെന്ന് ഇവിടെ ഇനി നമുക്ക് ടോപ്പ് ചെയ്യാനുണ്ട്. ടോപ്പ് ഹാർഡുള്ളതാണോ വേണ്ടത്? തരാമല്ലോ. ഇത് ഹെൽപ്പ് ചെയ്യും. നീ രണ്ടാമത് ആരും ചോദിക്കരുത്. അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാം ഫില്ലാക്കി നിക്കി. അതൊന്ന് മൊത്തത്തിലൊന്ന് നിരത്തിക്ക്. ഈ പെണ്ണ് സ്പൂൺ വെച്ചിട്ട് അടുത്ത് നിന്നിട്ട് കംപ്ലീറ്റ് എന്റെ കൈയിട്ട് വരങ്ങണത്. ഞാൻ കുറെ നേരത്തെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നത് കൈക്കുന്ന നൈസായിട്ട് തേച്ചോണ്ടിരിക്കുന്നത്. നീ എന്ത് ഏതെങ്കിലും ഒരെണ്ണം ക്വാണ്ടിറ്റി ഇതിൽ ക്വാണ്ടിറ്റി കുറവാ. ക്വാണ്ടിറ്റി കുറവ് അല്ല അതിനെന്തായാലും കുറവാ. വേണ്ട, അത് മഷൂന് ഒരു നോട്ടമുണ്ട് അതില്. ഓക്കെ അപ്പൊ ഗൈസ് ഇപ്പോഴാണ് ഗൈസ് ഇതിന്റെ അടുത്തേക്കോ. ഇതായിരിക്കും മിക്കവാറും നമ്മൾ കൗട്ടി തെറ്റിദ്ധരിക്കണ്ട. അതാണ് കുറച്ച് ലാഗായത്. അപ്പൊ നമുക്കിത് പതുക്കെ അവിടെ മാറ്റി വെച്ചിട്ട് യുദ്ധം തുടങ്ങാം. പിടിച്ചോളൂ. ഞാൻ ഇത് കണ്ടോ എന്റെ കയ്യിൽ വെച്ച് സോന് വെച്ചിരുന്നു തേച്ച. ഇപ്പൊ തൽക്കാലം എല്ലാവരുടെയും അടുത്ത് ഓരോന്നേരം വെക്കുക. രണ്ടിച്ച് വെക്കും.
ഇത് എനിക്ക് കൂടുതലാണ് അടിയത്. ഇല്ല എനിക്ക് കുറവ് ആക്ച്വലി. കുറവാണെന്ന് ഇപ്പോഴേ പറയുന്നത്. അല്ല പിന്നെ ഇതിന്റെ അകത്ത് അല്ല ഇവര് ലാസ്റ്റ് പറയും ബേബി കള്ളക്കളി, ബേബി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. ഗൈസ് എനിക്കിപ്പോ അറിയണം ഇതിന്റെ അകത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു. അല്ലല്ല പറഞ്ഞു അല്ല അങ്ങനെയല്ല എനിക്കത് അറിയണം. കുഴപ്പമില്ല. അല്ല ഒരേപോലെ അല്ല ഏതെങ്കിലും കുറവ് കൂടുതലുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ. തുടങ്ങട്ടെ. ഇതെന്ത് ഇത്ര സമാധാനപ്പെടുന്നു. നമുക്കിത് പതുക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നാലേ നമ്മുടെ തീറ്റ ഭണ്ഡാരങ്ങൾ എക്സ്പ്രഷൻസ് കിട്ടുള്ളൂ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ടൈമൊന്നുമില്ല. തിന്ന് തീർന്നു വരെ തന്നെ എന്നിട്ട് വീണ്ടും അവിടുന്ന് ബോൾ എടുക്കുക. പിന്നെ ഒന്ന് തിന്ന് കഴിയുന്നുണ്ടെങ്കിൽ അടുത്ത ബോൾ അടുത്ത ആളുടെ നിന്നൊക്കെ എടുക്കാൻ പെട്ടെന്ന്. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ഓ ഐസ്ക്രീം ചലഞ്ച് ചെയ്ത് കൂട്ടി ഇടക്കിടക്ക് വെക്കണം. അതല്ല ഐസ്ക്രീമിന്റെ പേരിട്ടേക്കണം. അതൊക്കെ ആസ്വദിച്ച് കഴിക്കട്ടെ. വിഴുകി പറഞ്ഞത് സ്പാനിഷ് ഡിലൈറ്റിൽ കാഷ്യൂ നട്ടൊക്കെ കൊണ്ട് ചവച്ചിട്ടുള്ളൂ. തലക്കടിക്കാൻ തുടങ്ങിയുണ്ട്. ബ്രെയിൻ ഫ്രീസ്. എനിക്ക് ആകെയുള്ളൊരു പ്രോബ്ലം ഇടയ്ക്ക് ഷോക്ക് അടിച്ച പോലെ മനുഷ്യന്മാരല്ലേ പല്ലൊക്കെ പൂച്ചിട്ട് പോയി. മുളക് കഴിച്ച അത് മോളെ തിന്നാണ്ട മതിയാക്കി. എന്തായാലും ആദ്യം ഭയങ്കര സിമ്പിളാന്നൊക്കെ തോന്നി. കിട്ടിയാട്ടാ വേണ്ടവർക്കൊക്കെ കിട്ടിയാ. വേണ്ട എന്റെ ഐഡിയ എടുക്കണ്ട. എന്റെ ഇപ്പുറത്ത് നോക്കിയിട്ട് അതുപോലെ അവർക്ക് ഐസ് കട്ടായിട്ട് വേണമെന്ന് പറഞ്ഞ തെപ്പിരുന്ന് അലപ്പിക്കണം. എന്റെ ഐഡിയ കണ്ടിട്ട് ഇപ്പൊ എന്താ ചെയ്യണം നോക്കി അപ്പുറം എന്തായാലും ഐസ്ക്രീം എനിക്ക് പറ്റൂലെന്നറിയാം. സോ കമാൻ യു കാൻ ഡു ഇറ്റ്. വിട്ടുകൊടുക്കറിയാം, അഹങ്കാരം കൂടും. കുറെ ഡയലോഗ് കേൾക്കേണ്ടി വരും തോന്നുന്നു. വിട്ടുകൊടുക്കല്ലേ, എനിക്ക് പറ്റൂല. നീ ചെയ്തോ. കിട്ടിയതോട്ടെ ഞങ്ങൾ ഒരേ ലെവലിലുള്ള രണ്ടാളും. എന്താണ് ഇപ്പൊ എന്റെ ഡയറ്റില് ഫിഷ് കപ്പിളിന്റെ നെഞ്ചിടിക്കുന്നുണ്ടോ? കിട്ടിയതോട്ടെ. ഒറ്റയായിട്ട് കഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ബോറ് ഒഴിക്കണോ അതില്? സോൺ ലാഗ് ആക്കല്ലേ, കഴിക്ക് പെട്ടെന്ന് ഇട്ടുകൊടുക്കാൻ. എന്താണ്
സൂം ആക്കണേ, എനിക്ക് പറ്റൂല, പല്ല് പുളിക്കുന്നുണ്ട്. അതിഭയങ്കരമായ മത്സരം. Come on, Sonu, come on, you can do it. Come on, perfect, okay. Quit ചെയ്താ പോരെ, വെറുതെ എന്തിനാ ഇങ്ങനെ ജിമ്മ പൊട്ട് കളിക്കരുത്. ക്വിറ്റ് എന്ന് ചൊല്ലുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ ഈ ഗെയിമില്. അവരില്ല. സോണ എന്തായാലും വിന്നാവാൻ പോണ്. അതാണ് എന്റെ ലക്ഷ്യം. അതാണ് എന്റെ ലക്ഷ്യം. പിസ്സ മറ്റേ മറിച്ച് നോക്കെ വായി കുത്തി കയറ്റ പോലെ ഇത് കയറ്റാൻ പറ്റൂല എനിക്ക്. തണുപ്പടിക്കും ഫ്രീസ് ആവുമ്പോഴേ. കുടിസോണ ഒട്ടടിക്ക്, കുടിക്ക് ഒട്ടടിക്ക്. എന്റെ വായ ഐസായി മരവിച്ച് ടൈം വേസ്റ്റ് ആക്കരുത് സോണു. ആ ടൈമില് ഹീസ് ഹാവിംഗ് ഇറ്റ്, മനസ്സിലായോ? നോക്കൂ വേഗം വേഗം. ഞാൻ ആക്ച്വലി ഒരു ഐസ്ക്രീം പ്രേമി അല്ല. Me too. എനിക്ക് ഇഷ്ടമല്ല അത്ര അധികം. Me too. ഇവരൊക്കെ ഭയങ്കര ഐസ്ക്രീം പ്രേമിയാണ്. സോണു പിള്ളേരും ഞാൻ വലിയ കാര്യത്തിന് പറഞ്ഞു ഇയാൾക്ക് കട്ടയാണ് ഇഷ്ടം, കട്ടയെന്നല്ല, എനിക്ക് കഴിക്കുമ്പോൾ ഹാർഡായിട്ട് വേണം, ഇങ്ങനെ ഇഷ്ടമല്ല. And I'm not at all an ice cream lover. ഞാൻ പല വ്ലോഗ്സിലും കേട്ടിട്ടുണ്ട്. ഇത് സോണു carry on. നീ എഴുതട്ടെ. ഞാൻ ഇട്ടോളാം, ഒരാളെ ഇട്ട് കൊടുക്കാൻ പാടില്ല. എന്റെ പോകാനാണ് അത്. ഞാൻ അല്ല എന്തായാലും സെൽഫായിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ പറയരുത്. എന്നടി ഇത് കംപ്ലീറ്റ് ആയിട്ട് മതി അടുത്തെടുക്കാൻ. കിട്ടിയതിലെ ഓൾറെഡി. അപ്പൊ അത് തിന്ന് കേൾക്കട്ടെ, വെറുതെ എല്ലാം കൂടെ വേസ്റ്റ് ആകുന്ന എന്തിനാ? അത് കഴിയുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് അതിൽ നിന്ന് എടുക്കുക. ഒരിക്കലുമില്ല. വെറുതെ പേടിപ്പിക്കണാണ്, സൈക്കോളജിക്കൽ മൂവ് ആണ്. സൈക്കിളല്ല മൂവ്. തിന്നു സോണു തിന്നു. 3 കംപ്ലീറ്റ് ആക്കി നീക്ക് റെസ്റ്റ് എടുക്കാം, മനസ്സിലായോ? യു സ്റ്റിൽ ഹാവിംഗ് സെക്കൻഡ് വൺ. കഷ്ടപ്പെട്ട് താരെ ഐസ്ക്രീം തിന്നെ കണ്ടില്ല. ഇതെന്റെ മോളാണ്. അവിടെ 2 കാണുന്നുണ്ടാ മാസായിട്ട് നിൽക്കുന്നത്. ദിൽ ക കരാർ ആയാ തുജ്മേ പ്യാർ ആയാ. അടുത്ത പിള്ളേ ഇങ്ങനെ കറക്കണയിലാണ് പെട്ടതാവണത്. അത് പറഞ്ഞു കൊടുക്കും. അത് കണ്ടിട്ടാണ് നേരത്തെ ഇത് എടുക്കണേ. വേഗം കഴിക്കാം, എന്നിട്ട് നമുക്ക് കഴിക്കാം. ആരാംസെ കഴിച്ചോ സോനു, ബിക്കോസ് തേർഡ് വൺ ഫിൽ ചെയ്തിട്ട് ഇനി കഴിക്കാൻ കുറെ ടൈം എടുക്കും. സോ അടിപൊളി അടിപൊളി അടിപൊളി. Take some rest. നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല ഐസ്ക്രീം. വേറെ വല്ല സാധനം കേട്ട് വാ. സ്വന്തമായി റെസ്റ്റ് എടുത്തേ കഴിക്ക്. പെർഫെക്റ്റ്. ഓക്കേ, ഫുള്ളാക്കരുത്, നേരത്തെ ഇട്ട പോലെ. ഇത് ചെയ്യാൻ ടൈം എടുക്കില്ല. അതാ പറഞ്ഞ മറിയാതെ ഫിൽ ചെയ്ത് വെക്കാം. തീർക്കട്ടോ, പാവക്കുള്ളൂ. പാവക്കുണ്ട്, പാവക്കൽ ആവശ്യമായിട്ട് അതിലുണ്ട്. ഇനിയും ഇനി ആയിട്ടില്ല. ഇനി അരച്ച് വെച്ചേക്കുമായിരുന്നല്ലോ നേരത്തെ, അങ്ങനെ വെക്കും. ഓക്കെ അല്ലേ സോനു? കറക്റ്റ് അല്ലേ? നീ പറ ഇനി വേണമെന്നോ? കറക്റ്റ് ഓവറാക്കട്ടെ. സോനു കുടിക്ക് സോനു, ഒട്ടടിക്ക്. അടുത്ത ബോൾ ഫില്ലാക്കട്ടെ സോനു. വെരി ഗുഡ്. നിന്റെ അടുത്തത് വേറെ ബോൾ എടുക്കണോ? ഇതിലിട്ടാ മതിയാ? നീ അങ്ങോട്ട് ആഘോഷിക്കുന്നല്ലേ? സോനു തിന്നു. സോനു വിട്ടു കൊടുക്കണ്ട ഒരിക്കലും.
ഒരിക്കലും ബേബി വിന്നാവാൻ പോകുന്നില്ല ഇതിൽ. എനിക്ക് ഏ ഫ്ലേവർ ഇഷ്ടം ചുമ ചൊല്ലു. അതെ നിന്റെ ഇത് ഫുള്ള് നീ നിർത്താ. ഞാൻ കുടിച്ചേരും പറ്റട്ടോ. പറ്റില്ലെങ്കിൽ കിട്ടി. സോനി ഏത് നിനക്ക് ഫ്ലേവർ ഇഷ്ടം ചൊല്ലു. അതെ ഞാൻ പറഞ്ഞ നാല് ഫ്ലേവർ ഇപ്പൊ ഏത് കളറായി നോക്കി. നാലല്ലേ? വേറെ ഫ്ലേവർ. ഛർദ്ദിക്ക് ഞാൻ ചോറ്. ഓക്കെ അല്ലേ മതിയില്ലേ സോന? ഓക്കെ ഇല്ല ഇല്ല ഇത് തിന്നു. ഒരിക്കലും കിട്ടിയില്ല. അത് സ്വപ്നം പോലെ നടന്നേ. സോനു ഇത്ര ചെയ്ത സ്ഥിതിക്ക് നീ ക്വിറ്റാകോ തീരാവോ? സീരിയസ്ലി ഷുഡ് നോട്ട് ക്വിറ്റ്. മൂന്നാമത്തെ ബോൾ ബൈയോടാ. വെരി ഗുഡ് നൈസ് കം ഓൺ. ഇത് നിങ്ങൾ രണ്ടാമത്തെ ബോളാണോ? അയ്യോ മൂന്നാമത്തെ. ഷോ മൂന്നാമത്തെ ആണ് ആണ് കണക്ക് വെക്കണേ. സോനം മൂന്നെണ്ണം കഴിച്ചു കഴിഞ്ഞാ നാലാമത്തെ നാലാമത്തെ പിറ്റേതാ പോരെ വെറുതെ. കിട്ടി ഒരിക്കലും ചെയ്യില്ല. ഛർദിക്കട്ടെ. ആരാംസെ തിന്നു സോനു. ഇപ്പ കുറച്ച് ആരാംസെ തിന്നു. ആ ടൈം കൊണ്ട് അത് മെൽറ്റ് ആക്ക് തല്ലേ സോനു. തിന്നണ്ട മെൽറ്റ് ആക്ക് ആ ടൈം കൊണ്ട്. പിന്നെ കുടിക്കാം. എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള സാധനം. ഒരു പേരിലൊക്കെ മാത്രല്ല കഴിക്കും. നിങ്ങൾ ഫ്രീസറിലെടുത്ത് അത് വെക്കരുത്. നീ നാളെ കിട്ടൂലെന്ന് വിചാരിച്ചിട്ടല്ലേ ഇപ്പൊ കഴിക്കണം ഇങ്ങനെ. നീ ഭയങ്കര ഐസ്ക്രീം ലവറാണ്, അതും കൂടെ ഓർക്കണം. ആണെന്ന് വെച്ച് വെറുപ്പിക്കലായിക്കൂലേ? ഇതിപ്പോ വെറുപ്പിക്കലായിപ്പോയി. ഒരു 2 ബോളും ഓക്കെ. ആക്ച്വലി ഈ ചാലഞ്ചിൽ സുനുനാണ് വെക്കേണ്ടത്. സുനു ഐസ്ക്രീം കഴിക്കുന്നത് ചോറ് കഴിക്കുന്ന പോലെയാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ്. पहली पहली बार आया ओ यारा. ചൂടെടുക്കണം ഗൈസ് ഐസ്ക്രീം കഴിച്ചിട്ട്. ഛർദിക്കോ രണ്ടുപേരും? He's making you down ആവാ ചെയ്യൂലെന്ന് പറഞ്ഞിട്ട്. He will quit. അപ്പൊ നീ quit ആക്കണ്ട. ഈ രണ്ടുപേരും മനുഷ്യர்களാണോ? എനിക്ക് ഓർമ്മകൾ കഴിച്ചിട്ട് അതും ഫുള്ള് കഴിച്ചിട്ടില്ല. മറക്കായോ കിക്കായി ബേബി. നിങ്ങൾ കിക്കായ പോലെ എന്താ ഇത്ര ഐസ്ക്രീം? അവിടെ നമുക്ക് ബോളിൽ എടുത്ത് വെച്ചേ മാസ്. എനിക്ക് ബോൾ എക്സ്ട്രാ കൂടെ എന്തെങ്കിലും കൂടെ വെച്ച് എന്ത് കണക്ക് വെച്ചാൽ മതി. മൂന്നാമത്തെ ചെറിയ ബോൾ എടുത്താ വൈറ്റ് ബോൾ ചെറിയ ബോൾ കണക്ക് വെക്കാൻ വേണ്ടി രണ്ടെണ്ണം. എന്റെ നാലാമത്തെ ഒറ്റ വലിക്കുവാലി സോനു. അടുത്ത ബോൾ തരാം. റെസ്റ്റല്ലേ? ഇത് കണക്കിന് വേണ്ടി ഞാൻ വെച്ചതാണ്. ബേബിന് 2 ബോൾ ആയിട്ടുണ്ട്. ഓക്കെ സോനുടെ 4 ആകുമ്പോ ഇത് നമുക്ക് അവിടെ വെച്ച് കളിക്കാം. സോനു ഇതിന് ഓൾറെഡി ഒരു ബോൾ താ. ഫില്ലാക്കി വെക്കട്ടെ. അടുത്ത ബോൾ താ ഇതവിടെ വെച്ചിട്ട് കണക്കിന്. ക്വിറ്റി ക്വിറ്റി ഐസ്ക്രീം എല്ലാം കൂടെ തരും. അടുത്ത ബോൾ ഈ ജന്മത്ത് ഞാൻ കഴിക്കും ഐസ്ക്രീം. ഈ വീഡിയോ ഒക്കെ ഹഫ്സ കാണുമ്പോഴായിരുന്നു. ഹഫ്സ പറയും ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. എന്ത് പറ്റി തക്കുവാ
നിങ്ങൾക്ക് എന്താ ബേബി വിട്ടുകൊടുത്തൂടെ? എത്ര കഴിച്ചില്ലേ സോനു? വെറു ജലസ് ആവാ, സെൽഫിഷ്. അപ്പൊ എക്സ്ട്രാ ബൗൾ വേണോ? ഇല്ല, അങ്ങനെ എടുക്കാൻ പറ്റൂല. ബേബിനെ ഫിൽ ചെയ്താണ്. ഇത് സോനുടെ കണക്ക് മാറുവാ. നിങ്ങൾ അതെടുത്താലല്ല ഒന്നോ വല്ല പണം പിന്നെ വേറെ ബില്ല് കൊടുത്താൽ ഞാനിപ്പോ എത്രാണ്ട് നാലാമത്തെ ഞാൻ നാലാമത്തെ എടുത്ത് നാലാമത്തെ കഴിച്ചോണ്ടിരിക്കും. നാലാമത്തെ 2 സ്പൂണില് തീരും. എന്റെ മനസ്സ് പഠിപ്പിക്കലടി, എന്റെ മനസ്സ് പഠിപ്പിക്കല നൈസായിട്ട്. അപ്പൊ നിങ്ങൾ 3 കഴിഞ്ഞ് എനിക്ക് നല്ല ബൗൾ ബേബിയുടെ 3 കഴിഞ്ഞ് 4മത്തെ കഴിച്ചോണ്ടിരിക്കുക. സോനും 4മത്തെ കഴിച്ചോണ്ടിരിക്കുക. ഓക്കെ, സോനുന്റെ 4മത്തെ കയ്യാലായി. ബേബിയുടെ 4മത്തെ തുടങ്ങിയിട്ടില്ല. ഓക്കെ, കുറുക്ക ബേബി എന്താണ് ഇത്? അത്ര കഴിച്ചില്ലേ? സോനു പറ്റില്ല ഐസ്ക്രീം. മനസ്സിലായ? എന്നെ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ബൗൾ വോയിസ് ആണ് കഴിക്കണ്ട. വെറുതെ അതില് സോനു 2 സ്പൂൺ കഴിച്ചിട്ട് ഞാൻ കൊറേ കഴിച്ചത് പറയാൻ വേണ്ടിട്ടാണ്. പൊള്ളി 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 പൊള്ളി. 5മത്തെ ബൗൾ, 5മത്തെ ബൗൾ ഇട്ടാക്കിക്കോ. ഞാൻ 5മത്തെ ഫുള്ളാക്കും. എന്തിനാ ഇങ്ങനെ? ബേബി പറ്റൂല. എനിക്ക് പറ്റൂല. രാത്രി കാറാവോ ബേബി? എനിക്കൊരു 6 ബൗള് 7 ബൗള് ഫില്ലാവും. She will. Because it's ice cream. Because it's ice cream. എന്റെ മനസ്സ് സൈക്കോളജിക്കൽ മൂവ്മെന്റ്. She will. സൈക്കോളജിക്കൽ മൂവ്മെന്റ്. ഞാൻ ഇത്രയും ട്രസ്റ്റ് എടുക്കണായിരുന്നു ആക്ച്വലി നൽകാൻ വേണ്ടി. അടുത്ത ഫില്ലാക്കി ഞാൻ തോന്നുന്നു. ടെൻഷൻ തുടങ്ങി എനിക്ക്. 2 പേർക്ക് എന്തെങ്കിലും പറ്റിയത് എന്ത് ചെയ്യും? ഭാഗ്യത്തിന് 4 ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ, അതുകൊണ്ട് കുഴപ്പമില്ല. കൂടുതൽ ഐസ്ക്രീം തിന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇത് 5മത്തെ അല്ലേ? 5മത്തെ. അത് പോയി. 4മത്തെ വെച്ചിട്ടാണ് മറന്നുപോയത്. ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഒരു 4 കോരല് തീരും. അയ്യോ, മറക്കാവുന്നു. I really don't like ice cream, guys. ഒരു ബൗൾ മര്യാദയ്ക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രൗഡ് ഓഫ് യു ഗൈസ്. അടിപൊളി. എനിക്ക് ഒത്തുകൂടാ. വയറല്ലേ കിട്ടിയത്. പിന്നെ തളർത്താനൊക്കെ പഠിപ്പിക്കണ്ടേ? പഠിക്കണ്ടല്ലോ. ആക്ച്വലി 2 ആയപ്പോ തന്നെ എന്റെ മനസ്സെത്ത്. എന്നിട്ടാണോ പിന്നെ 2 കഴിച്ചേ? വാശിപ്പുറത്ത് നിന്നതാണ്. എനിക്ക് മന്ദിപ്പ് മൊത്തത്തില് എന്റെ സ്വന്തം വിക്ടറി. ഇതിനെ കൊണ്ടുപോയിട്ട് എവിടെ നിർത്താറോ അല്ലാക്കറിയാം. അത് ബൗളെടുത്ത് ഇനി ഇത്ര ഉണ്ടായിരുന്നല്ലേ?
എന്നിട്ട് ഗോറാൻ പോവാ ഫുള്ള് ബൗല് കൊണ്ട്. നമ്മൾ എന്ത് വിചാരിച്ചിട്ട് ഇത്ര എന്റെ കണ്ടായിരുന്ന ഒരു ബൗളിനെ കഴിച്ചിട്ടില്ല. നിനക്കുണ്ട് ഒരിക്കലും തീർക്കാൻ പറ്റില്ല ഇത്. അപ്പൊ ഗൈസ് ഞാൻ മഷു ഒരു ബൗൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കി. കംപ്ലീറ്റ് ആക്കില്ല. ബാക്കി എന്ത് ചെയ്തു? ഞാൻ ഒരു 75% 25% സോനുവിന് അത് ഫിൽ ചെയ്തു. നീയൊക്കെ ഒരു മത്സരം. എനിക്ക് ഇഷ്ടമല്ല ഐസ്ക്രീം. ഓക്കെ, ഞാൻ 4ാമത്തെ ബൗള് പകുതി വരെ കഴിച്ചു. പകുതി വരെ സോനു 5ാമത്തെ ബൗള് തൊട്ടിട്ടില്ല. അല്ലല്ല, നിങ്ങൾ 4ാമത്തെ ബൗൾ കഴിച്ചതിന്റെ കുറച്ച് കുറവ് സോനു 5ാമത്തെ ബൗൾ കഴിച്ചു. ഓക്കെ ഗൈസ്, എന്ത് തന്നെ ആയാലും അപ്പൊ ഗൈസ് നമ്മള് ഇതില്ലേ, നമ്മള് ശരിക്കും ഐസ്ക്രീം ഒക്കെ കാണുമ്പോ വാവെന്നൊക്കെ പറഞ്ഞ് ആക്രാന്തമൊക്കെ കളിച്ചിരിക്കില്ലേ, നമ്മളിത് കഴിച്ചിട്ടൊരു ചാലഞ്ച് ആയിട്ട് എടുക്കുമ്പോഴേക്കും നമ്മുടെ ഉപ്പാട് ഇളകി പോകും. അത് ഐസ്ക്രീം മാത്രല്ല, ഇപ്പൊ എനിക്കില്ല സത്യം പറഞ്ഞ എന്റെ വയറ് ഫുള്ളായിട്ട് എനിക്ക് ഗ്യാസ്ട്രിക് ആണെന്ന് എനിക്ക് വോമിറ്റ് ചെയ്യാൻ പറ്റുന്നത്. പല പല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു ഇറിറ്റേഷൻ, അതായത് നമുക്കിപ്പോ അങ്ങനെയല്ല വോമിറ്റിംഗ് ഫീൽ തന്നെ, അതായത് ഇപ്പൊ വെറുത്ത പോലെ, അതായത് ഐസ്ക്രീം നമുക്ക് വെറുത്ത പോലത്തെ ഒരു ഫീല്. അതായത് ഐസ്ക്രീം നമ്മള് ഇങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ഐസ്ക്രീം ഞങ്ങൾ വാങ്ങിച്ച് ഉള്ളതിലും ഏറ്റവും നല്ല ബ്രാൻഡ് നോക്കിയിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചേക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും നമ്മള് ഇടങ്ങേറായി പോണു ഗൈസ്. അപ്പൊ ശരി, നമുക്ക് പതുക്കെ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ റെസ്റ്റ് എടുക്കാൻ പോയി കൈയൊക്കെ കഴിഞ്ഞിട്ട്. ഗൈസ്, ഉസ്രയുടെ ഫേസ് വാഷിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആരും ബൈ ചെയ്യാൻ മറക്കരുത്. നല്ല കലക്കൻ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫേസ് വാഷ് ആണ്. അപ്പൊ ഇൻഷാല്ലാ നെക്സ്റ്റ് ചലഞ്ചിലോ പ്രാങ്കിലോ അല്ലെങ്കിൽ രസകരമായിട്ട് ട്രാവലിംഗ് പോയി ഗൈസ്, കയ്യിൽ നിന്ന് പോയി. അപ്പൊ ഇൻഷാല്ലാ വീണ്ടും കാണാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ. 4 ഐസ്ക്രീം ഇനി ഇത്രയും ബാക്കി ഉണ്ടായിരുന്നല്ലേ.